നമുക്കിനി വേറൊരു പ്രോബ്ലം നോക്കാം. ഇത് 2016 ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ മോഷൻ 2 and 3 ഡയമെൻഷൻസ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അതിൽ, വളരെ സിമ്പിളായിട്ടുള്ളത് കൊണ്ട്. പക്ഷേ ആ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. എക്സ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാം ആഡ് ചെയ്യരുത്. എക്സ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം ആഡ് ചെയ്യാം. 2 ഡയറക്ഷൻ, 2 ആക്സിസ് അല്ലെങ്കിൽ 3 ആക്സിസ് ഉള്ളപ്പോൾ റിസൾട്ടൻ്റ് കാണുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോസിലൊക്കെ പറഞ്ഞു. ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. അതായത് ഇൻ ദ ഗിവൺ ഡയഗ്രാം, ഈ ഗിവൺ ഡയഗ്രത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? പി ക്യൂ എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞിട്ടുണ്ട്, എ വെക്ടറാണ്. പിന്നെ ക്യു ആർ എന്ന് പറയുന്നത് ബി പറഞ്ഞിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞ വെക്ടർ. ആർ എസ് എന്ന് പറയുന്നത് സി ആണ്. അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ചിരിക്കുന്നത് ഇതെന്താണെന്ന്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം കണ്ടു ഏതെങ്കിലും 2 അല്ലേ, അതായത് ഇതൊരു എ ആണ്, വെക്ടറാണ്, ഇതൊരു ബി വെക്ടർ ആണെങ്കിൽ നമ്മളിത് റിസൾട്ടൻ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇതിങ്ങനെ ചെയ്യുന്നു, ഇതുവരെ അല്ലേ. ഇത് ഇങ്ങോട്ട് പോകുന്നു, ഈ ആരോ ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലേ. അതായത് ഇത് നമ്മുടെ ഇത് ബി, ഈ എ ഇവിടെ. അപ്പോൾ ഇങ്ങനെ പോയി ഇതാണ് നമ്മുടെ റിസൾട്ടൻ്റ്. ഈ വാല്യൂ ഇങ്ങോട്ട്, ഈ വാല്യൂ ഇങ്ങോട്ട് അല്ലേ. ഇങ്ങനെ ഒരു വാല്യൂ ട്രയാങ്കിളായിട്ട് ഫോം ചെയ്യുവാണെങ്കിൽ ഇത് എയിൽ നിന്ന് തുടങ്ങി ബിയിലേക്ക് പോയി സിയിൽ എൻഡ് ചെയ്യുന്നു. ഇത് ഈ എ ടു ബി, ബി ടു സിൻ്റെ റിസൾട്ടൻ്റ് ആണ് ഈ ആർ എന്ന് പറയുന്നത്. ദാറ്റ് കണക്ട്സ്. അപ്പോൾ ഈ ട്രയാങ്കിൾ, ഇതാണ് ലോ ഓഫ് ട്രയാങ്കിൾ. ഈ ലോ ഓഫ് ട്രയാങ്കിൾ വെച്ചിട്ട് നമുക്കിത് നോക്കാം. ഇത് പിന്ന് തുടങ്ങി ക്യൂയിലേക്ക് പോയി ആറിലേക്ക് വന്നു. അപ്പോൾ പി ആർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിസൾട്ടൻ്റ് എടുക്കാമല്ലോ. അപ്പോൾ ഈ ആരോ ഇങ്ങനെ പോയി, ഈ ആരോ ഇങ്ങനെ വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റിസൾട്ടൻ്റ്. ഇനി ഈ റിസൾട്ടൻറ്റും ഈ സിയും കൂടെ അടുത്തത് വന്നു കഴിഞ്ഞാൽ അതും ഇതും സെയിം ആണല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെ പറയുന്നത് ഇതൊരു ഡയറക്ഷൻ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് പി ടു എസ്. ആ പി ടു എസ് എന്ന് പറയുന്നത് ഇത് രണ്ടും ആഡ് ചെയ്ത്, വെക്ടർ അഡീഷനാണ് പറയുന്നത്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഈ പി എസ്. സോ പി എസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ആരോ നോക്കി മാത്രം നമുക്കിത് ചെയ്യാം. 1 മിനിറ്റ് പോലും എടുക്കില്ല ചെയ്യാൻ. പി ക്യൂ പ്ലസ് ക്യു ആർ പ്ലസ് ക്യു എസ്, പി ക്യൂ പ്ലസ് ക്യു ആർ പ്ലസ് ആർ എസ്. ഇനി പി ക്യൂ എന്ന് പറയുന്നത് നമുക്ക് എ വെക്ടർ തന്നിട്ടുണ്ട്, പ്ലസ് ബി പ്ലസ് സി. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പി എസ്. ഓക്കെ. ഇനി ഇൻ ബിറ്റ്വീൻ ഇതിൽ ഏതെങ്കിലും ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു വളരെ ഈസി പ്രോബ്ലമാണ്. ഈ വെക്ടർ നമ്മൾ ഈ മോഷൻ 2 and 3 ഡയമെൻഷൻസ് അതിൻ്റെ വെക്ടറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. 1 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ്സ് കൊണ്ടാണ് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നൊരു പ്രോബ്ലമാണ്. ഓക്കെ. നെക്സ്റ്റ് ഒരു 2020 പ്രോബ്ലമാണ്. അപ്പം ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് ദ റിസൾട്ടൻ്റ് ഓഫ് 2a plus 3b ആൻഡ് 4a minus 3b ഈസ്. അപ്പം ആദ്യം ഇതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് അതും ഈ വെക്ടർ എയും തമ്മിലുള്ള ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ആ രണ്ടിൻ്റെയും കൂടെയുള്ള റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ റിസൾട്ടൻ്റ് ഓഫ് 2a plus 3b നമുക്ക് വേറൊന്നും തന്നിട്ടില്ല, അത് നമുക്ക് ആഡ് ചെയ്യാം. 4a minus 3b. ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡയറക്റ്റ് വെക്ടർ ആയതുകൊണ്ട് ഐ ജെ കെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ ആഡ് ചെയ്യാം. കാരണം ഐ ജെ കെ ഉണ്ടെങ്കിൽ ഓരോ ഐ കറസ്പോണ്ടിങ് ജെ അങ്ങനെ ആഡ് ചെയ്യാം. ഇതിപ്പോൾ എന്നും ബിന്നും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എത്ര വരും? 6a. ഓക്കെ, ഇവിടെ 0. 6a plus 0 ആണ് ഇതിൻ്റെ. അതായത് ഇതിൻ്റെ ഒരെണ്ണം ഫസ്റ്റ് നമ്മളോട് പറഞ്ഞേക്കുന്നത് എ ആയിട്ടും രണ്ടാമത്തെ കേസ് ഇതിൻ്റെ സം എത്രയാണ് നമുക്ക് വന്നത്? 6a'. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? രണ്ടും ഇപ്പം എ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ് പറഞ്ഞേക്കുന്നത്, ബി എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ്. ഇത് രണ്ടും ഒരെണ്ണം എയും ഒരെണ്ണം 6a ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെ ആയിരിക്കും? എ ഇവിടെ 2 6a, ഒരെണ്ണം 6a, ഒരെണ്ണം 6a, ഒരെണ്ണം എ. അപ്പോൾ ഇത് രണ്ട് സെയിം ഡയറക്ഷനിലായതുകൊണ്ട് അത് തമ്മിൽ രണ്ടും പാരലലാണ്. അപ്പോൾ ഓഫ് കോഴ്സ് അത് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതേസമയം ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ടാൻ ഇൻവേഴ്സോ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. കാരണം രണ്ടെണ്ണത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞല്ലോ റിസൾട്ടൻ്റ് ഇങ്ങനെ വരുവാണെങ്കിൽ
തീറ്റയാണ് വരുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ ബി, ഇത് ബിയും ഇതും എയും ഒക്കെ ആണെങ്കിൽ നമുക്ക് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ഒക്കെ നമുക്ക് എഴുതാം. പക്ഷേ ഇവിടുത്തെ കേസിൽ അങ്ങനെ ഒന്നും വരുന്നില്ല. രണ്ടും നമുക്ക് എയിൽ തന്നെയാണ് കിട്ടിയത്. ബി എന്ന് പറഞ്ഞ ടേമായി 0 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇത് മനസ്സിലായെന്ന് കരുതുന്നു. വളരെ സിമ്പിളാണ്, ഈസിയാണ്. ഇതുപോലെയുള്ള കുറേ പ്രോബ്ലംസ് ഇങ്ങനെ വരാറുണ്ട്. നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇത് ഇതുപോലെ തന്നെ 2025 ഒരു പ്രോബ്ലമാണ്. അതായത് എമംഗ് ദ ഫോളോയിങ് പെയർസ് ഓഫ് വെക്ടേഴ്സ് ഇഫ് ദ റിസൾട്ടൻ്റ് ഓഫ് 2 വെക്ടർ can never have a magnitude of 4 units, then the magnitude of the vectors. അതായത് 2 വെക്ടർ തന്നിട്ടുണ്ട്, 2 വെക്ടർ തന്നിട്ടുണ്ട്. ഈ 2 വെക്ടറിൽ ഏതോ ഒരെണ്ണത്തിന് ആൻസർ, അതിൻ്റെ ആൻസർ 4 കിട്ടാൻ പാടില്ല. അത് ഏതാണെന്ന് can never have a magnitude of 4. അപ്പോൾ റിസൾട്ടൻ്റ് കാണുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ 2 വെക്ടർ തന്നിട്ടുണ്ട്, റിസൾട്ടൻ്റ് ഓഫ് 2 വെക്ടേഴ്സ്, റിസൾട്ടൻ്റ് ഓഫ് ഒരു വെക്ടറിൻ്റെ റിസൾട്ടൻ്റ് തന്നിട്ടുണ്ട്, വേറൊരു വെക്ടറിൻ്റെ റിസൾട്ടൻ്റ് തന്നിട്ടുണ്ട്. ഇത് തമ്മിലുള്ള ഇതിൽ ഈ രണ്ടെണ്ണത്തിൻ്റെ റിസൾട്ടൻ്റ് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ റിസൾട്ടൻ്റ് കാണാൻ പോകണ്ട, പക്ഷേ അതിന് മാഗ്നിറ്റ്യൂഡ് 4 കിട്ടാത്തത് ഏതായിരിക്കും? അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു റൂളുണ്ട്. നമ്മളൊരു റിസൾട്ടൻറ്റിൻ്റെ വെക്ടർ എ എന്ന് പറഞ്ഞിട്ട് ബി എന്ന് വെച്ചിട്ട് 2 വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എ മൈനസ് ബി ഷുഡ് ബി, അത് ആ വെക്ടർ റിസൾട്ടൻ്റ് കേട്ടോ, എ പ്ലസ് ബി. അതായത് ഇതെല്ലാം മാഗ്നിറ്റ്യൂഡാണ്. ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എയിൽ നിന്ന് ബിയിലേക്ക് കുറയ്ക്കുന്നതിൻ്റെയും എയിൽ നിന്ന് ബിയും കൂടെ കൂട്ടുക, ഒരെണ്ണം 2 കൂടെ കുറയ്ക്കുക, ഒരെണ്ണം 2 കൂടെ കൂട്ടുക. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള, ചിലപ്പോൾ ആ സെയിം വാല്യൂവും വരാം, ഇടയ്ക്കുള്ള വാല്യൂ ആയിരിക്കും റിസൾട്ടൻ്റ്. അപ്പം നമുക്കിവിടെ തന്നേക്കുന്നത് എന്താ? ഈ റിസൾട്ടിൻ്റെ വാല്യൂ 4 ആയിരിക്കണം. 4 ആവാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റിൽ എയുടെ കേസിൽ നമുക്ക് നോക്കുവാണെങ്കിൽ, ഒന്നാമത്തെ കേസിൽ നമുക്ക് തന്നേക്കുന്നത് എ എന്ന് പറയുന്നത് 2ഉം ബി എന്ന് പറയുന്നത് 2ഉമാണ്. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, ഇവിടെ ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ 2 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 4. അപ്പോൾ എന്തായാലും ഇത് ഓക്കെയാണ്. ഇതിൽ 4 വരാൻ ചാൻസ് ഉണ്ട് റിസൾട്ടൻറ്റിന്. കാരണം ഇത് 0ൻ്റെയും 4ൻ്റെയും ഇടയ്ക്ക് തന്നെയാണ് നമ്മുടെ റിസൾട്ടൻ്റ് വന്നിരിക്കുന്നത്. 4 റിസൾട്ടൻ്റ് ഇവിടെ തന്നിട്ടുണ്ട്, ഇതാണ് വരേണ്ടത്. അപ്പോൾ ഇത് ഓക്കെയാണ്. ഇതിൽ എന്തായാലും 4 വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസിൽ കേസ് ബിയിൽ എ എന്ന് പറയുന്നത് 1ഉം ബി എന്ന് പറയുന്നത് 3ഉമാണ്. അപ്പോൾ എ പ്ലസ് ബി എത്രയാണ് വരുന്നത്? എ പ്ലസ് ബി, എ മൈനസ് ബി ആദ്യം എടുക്കാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണോ നോക്കണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് ബി ആണോ നോക്കണം. അപ്പോൾ ഇതിൽ എ മൈനസ് ബി എത്രയാണ് വരുന്നത്? -2 അല്ലേ? അല്ല വേണ്ട, 2 കൂടെ ഡിഫറൻസ് എടുത്താലും മതി, 2 എടുക്കാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, ഇത് 2 കൂടെ കൂട്ടിക്കഴിയുമ്പോൾ 4. അപ്പം ഇതിൻ്റെ വാല്യൂ ഇതിനകത്ത് തന്നെയാണ് വരുന്നത്, കാരണം ഈ 4 എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെയാണ്. ഇനി സി എടുക്കാം. സീൻ്റെ വാല്യൂവിൽ എ എന്ന് പറയുന്നത് എത്രയാണ്? 5, ബി എന്ന് പറയുന്നത് 1. അപ്പോൾ ഇവിടെയും എ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മുടെ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് ബി. എ മൈനസ് ബി എത്രയാണ്? 5 മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 പ്ലസ് 1. അപ്പോൾ എത്ര വന്നു? 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പോൾ ഈ 4ൻ്റെയും 6ൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ തന്നെയാണ് 4 വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും അങ്ങനെ 4 വരാൻ ചാൻസ് ഉണ്ട് റിസൾട്ടൻ്റ്. ഇനി ഡി നോക്കാം. ഡീൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഡിയിൽ എ എത്രയാണ് കിട്ടിയത്? 7, ബി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ എ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് ബി എത്രയായിരിക്കും? 7ന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരുമെന്ന് നോക്കാം. 7ഉം 2ഉം കൂടെ കൂട്ടിയാൽ എത്ര വരുമെന്ന് നോക്കാം. 2ന്ന് കുറച്ച് കഴിഞ്ഞാൽ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. ഈ കേസിൽ നോക്ക്, ഇതിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ വരാൻ പറ്റുന്നത് 5ഉം 5 ഈക്വലും ആകാം. മാക്സിമം വാല്യൂ 9. അപ്പോൾ ഈക്വൽ ടു 9 ആണ്. അപ്പോൾ ഇതിനകത്ത് 5നും 9നും ഇടയ്ക്കേ വാല്യൂ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് തെറ്റാണ്, ഈ ഈക്വാളിറ്റി ശരിയല്ല അല്ലേ? അത് വന്നു കഴിഞ്ഞാൽ ഈ 4ൻ്റെ ഇടയ്ക്ക് എന്തായാലും വരത്തില്ല. അപ്പോൾ ഇതിൽ നമുക്ക് 4 എന്ന് പറഞ്ഞൊരു റൂട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ.
കാരണം 5 8 കൂടെ വേണേൽ ചെക്ക് ചെയ്യാൻ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എങ്ങനെ വരും? 5 എന്ന് പറഞ്ഞാൽ 5ഉം ഇതിൻ്റെ മിനിമം എന്ന് പറഞ്ഞാൽ 8ൽ നിന്ന് 5 കുറച്ചാൽ മിനിമം 3 ആണ് അല്ലേ? 3 ലെസ് ദാൻ ഓർ ഈക്വൽ ഈൻ്റെ കേസാണ്. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത് രണ്ടും 8ഉം 4ഉം 12 13 കിട്ടും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതും ഇതിൻ്റെ ഇടയ്ക്ക് വരാം. 3ൻ്റെ 13ൻ്റെ ഇടയ്ക്കാണ് 4. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ അത് അതിൻ്റെ എന്താ പറയുക റിസൾട്ടൻ്റ് ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ആ വെക്ടറാണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻ്റ് ആണ്. അപ്പോൾ റിസൾട്ടൻ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് റിസൾട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന 2 വെക്ടറാണുള്ളെങ്കിൽ, ഇവിടെ 2 വെക്ടറിൻ്റെ കേസാണ്, 3 ആണെങ്കിൽ ഡിഫറൻ്റ് ആണ്. 3 നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്യാം. 2 വെക്ടർ തന്നിട്ടുണ്ട്, റിസൾട്ടൻ്റും തന്നിട്ടുണ്ട്. അപ്പോൾ 2 വെക്ടർ തന്നിരിക്കുമ്പോൾ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് a മൈനസ് ബി a പ്ലസ് ബി, ഇതിൻ്റെ ഇടയ്ക്കത്തെ ഒരു വാല്യൂ ആയിരിക്കും എപ്പോഴും റിസൾട്ടൻ്റ്. അപ്പോൾ ചില കേസിൽ എന്താണ് ഇതിൻ്റെ റേഞ്ച് എന്ന് ചോദിക്കാം, തിരിച്ചും മറിച്ചുമൊക്കെ ചോദിക്കാം. സംഭവം ഈ ഒരു ഫോർമുല എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ വിചാരിച്ചേക്കാം. എങ്ങനെയാണ് റിസൾട്ടൻ്റ് വരാനുള്ള ചാൻസ് ഉള്ളത്? ഈ റിസൾട്ടിൻ്റെ വാല്യൂ എപ്പോഴും a മൈനസ് ബിൻ്റെയും a പ്ലസ് ബിൻ്റെയും ഇടയ്ക്കായിരിക്കും. ആ 2 വാല്യൂവും വരാം. അതുകൊണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിസൾട്ടൻ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇതിനേക്കാളും ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതിൻ്റെ ഇടയ്ക്കേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഓർത്താൽ മതി. 2025 പ്രോബ്ലമാണ്. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇത് ആക്ച്വലി ഇയർ ഞാൻ ഓർക്കുന്നില്ല, അല്ലെങ്കിൽ ഇയർ ഞാൻ നോക്കിയിട്ട് പറയാം. ഒരു മിനിറ്റ്. ഓക്കെ, ഇത് 2015 ഇച്ചിരി പഴയ ക്വസ്റ്റ്യനാണ്. 2015 പ്രോബ്ലമാണ്. 2015 പ്രോബ്ലമാണ്. ഇതിൽ പറഞ്ഞേക്കുന്നത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് 3 വെക്ടേഴ്സ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് സെറ്റ് ഓഫ് 3 വെക്ടേഴ്സ് ആർ ഗിവൺ ബിലോ. 3 സെറ്റ് വെക്ടേഴ്സ് തന്നിട്ടുണ്ട് നമുക്ക്. വെക്ടേഴ്സാണ് തന്നിരിക്കുന്നത്, 3 സെറ്റ്. അതിൽ ദ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഫോർ വിച്ച് ദ റിസൾട്ടൻറ്റ് കനോട്ട് ബി 0. അപ്പോൾ റിസൾട്ടൻറ്റ് കനോട്ട് ബി 0 എന്നാണ് പറഞ്ഞേക്കുന്നത്. റിസൾട്ടൻറ്റ് 0 ആവാൻ പാടില്ലാത്ത സെറ്റ് ഓഫ് വെക്ടേഴ്സാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് റിസൾട്ടൻറ്റ് 0 ആണെങ്കിൽ ഒരു 2 സെറ്റ് വെക്ടർ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അത് എവിടെയാണ്, ഇൻ ബിറ്റ്വീൻ, അതിൻ്റെ റേഞ്ച് നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ റിസൾട്ടൻറ്റ് 3 വെക്ടറിൻ്റെ റിസൾട്ടൻറ്റ് 0 ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇതിൽ ഏതെങ്കിലും 2 കൂട്ടിയാൽ 2 കൂട്ടുന്നത് മൂന്നാമത്തേതിനേക്കാളും വലുതായിരിക്കണം 2. അപ്പോൾ അതായത് കേസ് എ നോക്കാം. ഫസ്റ്റ് കേസിൽ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത്? 15ഉം 20ഉം 30ഉം അത് എഴുതാം. 15 കേസ് എ എന്ന് പറയുന്നത് 15, 20, 30. ഈ കേസിൽ നമ്മൾ ആദ്യം ഇത് രണ്ടും എടുക്കുക. 15 + 20 ഇത് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 30 ആണല്ലോ. ഇത് വന്നിട്ട് എത്രയായി വരുന്നത്? 20 + 10 35. 35 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 ആണ്. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്തു. അതുപോലെ തന്നെ ബാക്കിയെല്ലാം നോക്കണം. ഇനി 15 + 30 നോക്കാം. 15 + 30 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ എടുക്കാത്ത വാല്യൂ. അപ്പോൾ ഏതെങ്കിലും 2 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കിട്ടുന്നത്, ഇപ്പം 30ഉം 10ഉം 40, 45 ഈ വാല്യൂ കിട്ടുന്നതെന്ന് പറയുന്നത് മൂന്നെണ്ണം ഉണ്ടല്ലോ, മൂന്നാമത്തേതിനേക്കാളും വലുതോ ഈക്വലോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻറ്റ് 0 ആയിരിക്കും. അതാണ് കണ്ടീഷൻ. അപ്പം ഇതും അതുപോലെ തന്നെ റിസൾട്ടൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 20. അപ്പോൾ ഇതിന് സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമ്മൾ എടുക്കാത്ത 2 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ്. 20 + 30 എന്ന് പറയുന്നതും 15നേക്കാളും കൂടുതലല്ലേ, 50 കിട്ടുന്നു. 50 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15. അപ്പോൾ അതും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ എ എന്ന് പറയുന്നത് എന്തായാലും റിസൾട്ടൻറ്റ് 0 ആണ്. അപ്പോൾ ആൻസർ എ അല്ല. ഓക്കെ, ഇനി ബി നോക്കാം. ബിയിൽ എന്തൊക്കെയാണ് വന്നത്? 20, 20, 30. അപ്പോൾ ആദ്യം ഇത് രണ്ടും നോക്കുക. 20, 20, 40. 40 ഈസ് ഗ്രേറ്റർ ദാൻ 30 അല്ലേ. ഇനി അടുത്തത് 20, 30 നോക്കാം. 20 + 30 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20ഉം 30ഉം എടുത്താൽ ബാക്കി 20. അതും സാറ്റിസ്ഫൈഡ് ആണ്. 50 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 അല്ലേ. അപ്പോൾ അതും സാറ്റിസ്ഫൈഡ് ആണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഈ വാല്യൂയും, അതായത് സെക്കൻഡ് വാല്യൂയും അതിന് 2 കൂടെ ബാക്കിയുണ്ടല്ലോ, ഇത് രണ്ടും എടുക്കാം. 20ഉം 30ഉം അത് തന്നെയാണല്ലോ മറ്റേത് എടുത്തത്. അപ്പോൾ 2 സെയിം ആയതുകൊണ്ട് അത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതും എന്തായാലും 0, ഇതിൻ്റെ റിസൾട്ടൻറ്റ് 0 ആവാൻ ചാൻസ് ഉണ്ട്. ഇനി സി നോക്കുക. സീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 25, 20, 35 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂട്ടി നോക്കാം. 25 + 20 അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 35 ആണോ നോക്കാം. ശരിയാണ്. ഇത് 45 അല്ല 45, 25ഉം 20ഉം 45 35നേക്കാൾ വലുതാണ്. ഇനി അടുത്ത നോക്കാം. 25ഉം 35ഉം
25 പ്ലസ് 35 നോക്കുമ്പോൾ 35 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25 35 ബാക്കി 20 ആണല്ലോ. 20-നേക്കാളും കൂടുതലാണല്ലോ. അതും ഓക്കെയാണ്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ എടുത്ത് നോക്കാം. 20 പ്ലസ് 35 എന്ന് പറയുന്നത് ഈ ഇതിലെടുക്കാത്തത് 25 ആണ്. 25-നേക്കാളും കൂടുതലാണോ നോക്കുക. കാരണം രണ്ടെണ്ണം വെച്ച് നോക്കുക, അത് മറ്റേതിനേക്കാളും കൂടുതലാണോ. ഓക്കെ, ഇതും 25ഉം 20ഉം 30ഉം 55 അല്ലേ. 55 എന്ന് പറയുന്നതും 25-നേക്കാളും കൂടുതലാണ്. അപ്പോൾ അതും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ സിക്കും എന്താണ് 0 വരാൻ ചാൻസ് ഉണ്ട്. ഇനി കനോട്ട് ബി 0 ആണ്. ഇനി ഡി നോക്കുക. ഡി എന്ന് പറഞ്ഞാൽ 10 10 20 10 10 20. ഓക്കെ, അപ്പം ഇത് രണ്ടും എടുക്കുക. ഇത് രണ്ടും എടുക്കുമ്പം 10 പ്ലസ് 10 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20. ഗ്രേറ്റർ ദാൻ അല്ല, പക്ഷേ ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് പറ്റില്ല. ഇനി അടുത്ത 10 പ്ലസ് 20 10 പ്ലസ് 20 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എടുക്കാത്തത് 10 ആണ്. അപ്പോൾ അതും സെയിം ആണ്. കാരണം 30 എന്ന് പറയുന്നത് 10-നേക്കാളും കൂടുതലാണ്. അപ്പോൾ അതിലും നമുക്ക് 0 വരാൻ ചാൻസ് ഇല്ല. ഇനി ആകപ്പാട് ഒരു ഓപ്ഷനുകൾ എന്തായാലും അതായിരിക്കും. എന്തായാലും ഈ നോക്കാം. ഈ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് വന്നിരിക്കുന്നത് എത്രയാണ്? 10 20 40 ആണ്. 10 20 40. ഇതിൽ നമുക്ക് ആദ്യത്തെ രണ്ടെണ്ണം എടുക്കാം. 10 പ്ലസ് 20 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 ആണോ നോക്കാം. 10 പ്ലസ് 20 എത്ര കിട്ടി? 30 ഗ്രേറ്റർ ദാൻ ഓർ 40 എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. 30 എന്ന് പറഞ്ഞാൽ 40-നേക്കാളും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഓപ്ഷൻ. അപ്പോൾ ഇതിൽ 0 വരാൻ ചാൻസ് ഇല്ല. 0 വരാൻ ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ വാല്യൂ, മൂന്നാമത്തെ വാല്യൂ ഇതിൻ്റെ രണ്ടിൻ്റെയും ആഡ് ചെയ്തതിനേക്കാൾ കൂടുതലോ സെയിമോ ആയിരിക്കണം. അപ്പോൾ സോ ആൻസർ ഈസ് ഇ. ഇത് വളരെ സിമ്പിളാണ്. ഈ ഒരു കാര്യം മാത്രം നമ്മൾ ഓർത്താൽ മതി. 3 എണ്ണം വരുന്ന കേസിൽ റിസൾട്ടൻ്റ് 0 ആവണമെങ്കിൽ ഏതെങ്കിലും 2 എണ്ണം, ഒന്നാമത്തെ രണ്ടാമത്തെ, ഒന്നാമത്തെ മൂന്നാമത്തെ, രണ്ടാമത്തെ മൂന്നാമത്തെ, 3 കേസാണ് വരുന്നത്. ഈ 3 കേസിനെ വാല്യൂ നമ്മൾ എടുക്കാത്ത രണ്ടെണ്ണം വെച്ചാണ് എടുക്കേണ്ടത്. എടുക്കാത്തതിനേക്കാളും കൂടുതലായിരിക്കണം, കൂടുതലോ ഈക്വലോ ആയിരിക്കണം. അങ്ങനെയുള്ള കേസിൽ അത് 0 വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 0 വരാൻ ചാൻസ് ഉള്ളത് അങ്ങനെ അല്ലാത്ത കേസ്. ആ 2 എണ്ണം ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തേനേക്കാളും വാല്യൂ കുറവാണെങ്കിൽ ദാറ്റ് കനോട്ട് ബി 0. അതായിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത ബാക്കി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഇതിൽ. അപ്പം നിങ്ങൾക്ക് ഇനി പ്രോബ്ലം വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു. ബൈ.